ഹായ് ഗൈസ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ ചാപ്റ്റർ 1 സെക്ഷൻ 3 എന്നത് ഇൻ്റർപ്രിട്ടേഷൻ ക്ലോസ് ആണ്. അതിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനാണ് നമ്മൾ പഠിച്ചത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ, അതുപോലെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് ഉൾപ്പെടാത്തത്, ഇതൊക്കെയായിരുന്നു നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2ലെ സെക്ഷൻ 5, അതായത് ഡെഫിനിഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ. പിന്നെ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ട്രാൻസ്ഫർ, ഒരു വാലിഡ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ എന്തൊക്കെയാണ് എസെൻഷ്യൽസ് ഫുൾഫിൽ ചെയ്യേണ്ടത്, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഡീൽ ചെയ്യുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ ട്രാൻസ്ഫറിനെ പറ്റി മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്താണെന്നുള്ള ഡെഫിനിഷനിലേക്ക് പോയത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡൗട്ട് തോന്നും, അപ്പോൾ ഈ മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ ട്രാൻസ്ഫർ എന്താണ് ഗവേൺ ചെയ്യുന്നതെന്ന്. മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ ട്രാൻസ്ഫർ ഗവേൺ ചെയ്യുന്നത് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് ആണ്. സോ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് ആണ് മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് ഗവേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യുന്നത്. സോ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് മീൻ ചെയ്യുമ്പോൾ എന്താണ് മീൻ ചെയ്യുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്. ഇനി ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നത് ഈസ് ഓഫ് 2 ടൈപ്സ്. 2 തരത്തിലുണ്ട് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫർ. നമ്പർ 1, ട്രാൻസ്ഫർ ബൈ ആക്ട് ഓഫ് പാർട്ടീസ്, പാർട്ടീസിന്റെ ആക്ട് വഴി ഉള്ള ട്രാൻസ്ഫേഴ്സ്. ആൻഡ് നമ്പർ 2, ട്രാൻസ്ഫർ ബൈ ആക്ട് ഓഫ് ലോ, ലോയുടെ നിയമത്തിന്റെ ഇടപെടൽ മൂലമുള്ള ട്രാൻസ്ഫേഴ്സ്. സോ ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്: ട്രാൻസ്ഫർ ബൈ ആക്ട് ഓഫ് പാർട്ടീസ് ആൻഡ് ട്രാൻസ്ഫർ ബൈ ആക്ട് ഓഫ് ലോ. ഈ 2 തരത്തിലുള്ള ട്രാൻസ്ഫേഴ്സും ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ പരിധിയിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഫസ്റ്റ് ടൈപ്പ്, അതായത് ട്രാൻസ്ഫർ ബൈ ആക്ട് ഓഫ് പാർട്ടീസ്, അതുമാത്രമേ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ പരിധിയിൽ വരുന്നുള്ളൂ. ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ബൈ ആക്ട് ഓഫ് പാർട്ടീസ് ആർ ഓഫ് 6 ടൈപ്സ്. 6 തരത്തിലുള്ള ട്രാൻസ്ഫേഴ്സ് ഉണ്ട് ബൈ ആക്ട് ഓഫ് പാർട്ടീസിൽ: സെയിൽ, മോർഗേജ്, ലീസ്, എക്സ്ചേഞ്ച്, ഗിഫ്റ്റ് ആൻഡ് ആക്ഷണബിൾ ക്ലെയിം. ഈ 6 ട്രാൻസ്ഫേഴ്സും ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. ബട്ട് ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ആക്ട് ഓഫ് ലോ, ലോയുടെ ഇടപെടൽ മൂലമുള്ള ട്രാൻസ്ഫേഴ്സ് ആയ ഇൻഹെറിറ്റൻസ്, ഫോർഫെയ്ച്ചർ, ഇൻസോൾവൻസി, സെയിൽ ത്രൂ ദ എക്സിക്യൂഷൻ ഓഫ് എ ഡിക്രി, ഇതെല്ലാം ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല. സോ വൺസ് അഗെയിൻ, പ്രോപ്പർട്ടീസിനെ ബ്രോഡ്ലി നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: മൂവബിൾ പ്രോപ്പർട്ടീസ് എന്നും ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് എന്നും. അതിൽ മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ ട്രാൻസ്ഫേഴ്സിനെ ഗവേൺ ചെയ്യുന്നത് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് ആണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ ട്രാൻസ്ഫേഴ്സിനെ ഗവേൺ ചെയ്യുന്നത് ഇന്ത്യയിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 പ്രകാരമാണ്. ഇനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസിന്റെ ട്രാൻസ്ഫർ എന്നത് മെയിനായിട്ടും 2 തരത്തിലുണ്ട്: ട്രാൻസ്ഫർ ബൈ ആക്ട് ഓഫ് പാർട്ടീസ് ആൻഡ് ട്രാൻസ്ഫർ ബൈ ആക്ട് ഓഫ് ലോ. ഇതിൽ ട്രാൻസ്ഫർ ബൈ ആക്ട് ഓഫ് പാർട്ടീസ് മാത്രമേ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഡീൽ ചെയ്യുന്നുള്ളൂ. ട്രാൻസ്ഫർ ബൈ ആക്ട് ഓഫ് ലോ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല. ക്ലിയർ? ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമുക്ക് സെക്ഷൻ 5 നോക്കാം. According to section 5, transfer of property is an act by which a living person conveys property in present or in future to one or more other living persons or to himself and one or more living persons, and to transfer property is to perform such act. Transfer of property എന്ന് പറയുന്നത് ഒരു ആക്ട് ആണ്. ആ ആക്ട് വഴി ഒരു ലിവിങ് പേഴ്സൺ ഒരു പ്രോപ്പർട്ടിയെ പ്രസന്റിലേക്കോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കോ കൺവേ ചെയ്യുന്നു, കൈമാറ്റം ചെയ്യുന്നു. ആർക്കാകെ? ടു വൺ ഓർ മോർ ലിവിങ് പേഴ്സൺസ്, ഒന്നോ അതിലേക്കുമോ ലിവിങ് പേഴ്സൺസിലേക്കോ അല്ലെങ്കിൽ
ടു ഹിംസെൽഫ് ആൻഡ് വൺ ഓർ മോർ ലിവിങ് പേഴ്സൺസ്. അദ്ദേഹത്തിലേക്കും പിന്നെ ഒന്നോ അതിലധികമോ ലിവിങ് പേഴ്സൺസിലേക്കായിട്ടോ. ഇത്തരത്തിൽ ഒരു ലിവിങ് പേഴ്സൺ ഒരു പ്രോപ്പർട്ടിയെ കൺവേ ചെയ്യുന്നതിനെയാണ്, കൈമാറ്റം ചെയ്യുന്നതിനെയാണ്, ആ ഒരു ആക്ടിനെയാണ് എന്തെന്ന് പറയുന്നത്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 5. ഒരു ലിവിങ് പേഴ്സൺ പ്രോപ്പർട്ടിയെ പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ ഒന്നോ അതിലധികമോ ലിവിങ് പേഴ്സൺസിലേക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ടും പിന്നെ ഒന്നോ അതിലധികമോ ലിവിങ് പേഴ്സൺസിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്ന, കൺവേ ചെയ്യുന്ന, കൈമാറ്റം ചെയ്യുന്ന ആക്ടിനെയാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനിഷനിൽ നിന്നും നമുക്ക് 5 മെയിൻ പോയിന്റ്സ് ഡിറൈവ് ചെയ്യാൻ പറ്റും റിഗാർഡിംഗ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. ഏതൊക്കെയാണ് ആ ഒരു 5 പോയിന്റ്സ് നമുക്ക് നോക്കാം. നമ്പർ 1, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി മീൻസ് ആൻ ആക്ട് ഇംപ്ലൈയിങ് കോൺസിക്വൻസസ് ഇൻ ദി ഫോം ഓഫ് കൺവേയൻസ് ഓഫ് റൈറ്റ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു ആക്ട് ഇംപ്ലൈയിങ് കോൺസിക്വൻസസ് ആണ്, ആൻഡ് അല്ല, ആൻ ആക്ട് ആണ് കേട്ടോ. സോ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി മീൻസ് ആൻ ആക്ട് ഇംപ്ലൈയിങ് കോൺസിക്വൻസസ്. കോൺസിക്വൻസസ് അല്ലെങ്കിൽ പരിണിത ഫലങ്ങൾ, അനന്തരഫലങ്ങൾ ഉള്ള ഒരു ആക്ടിനെയാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ കോൺസിക്വൻസ് അല്ലെങ്കിൽ ആ ഒരു ആക്ടിന്റെ പരിണിത ഫലം എന്താണ്? ആ പരിണിത ഫലം എന്നത് ഇൻ ദി ഫോം ഓഫ് കൺവേയൻസ് ഓഫ് റൈറ്റ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് കൺവേയൻസ് ഓഫ് റൈറ്റ്സ് നടക്കുന്നു, റൈറ്റ്സിൻ്റെ കൈമാറ്റം നടക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ആക്ട് കൊണ്ടുള്ള കോൺസിക്വൻസ്. സോ കോൺസിക്വൻസസ് അല്ലെങ്കിൽ പരിണിത ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു ആക്ടിനെയാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ കോൺസിക്വൻസസ് എന്നത് കൺവേയൻസ് ഓഫ് റൈറ്റ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ എന്നുള്ളതാണ്. പരിണിത ഫലം എന്നത് ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്കുള്ള റൈറ്റിന്റെ കൺവേയൻസ് ആണ്, റൈറ്റിന്റെ കൈമാറ്റമാണ്. നമ്പർ 2, ദ കോൺസിക്വൻസ് ഓഫ് ദി ആക്ട് ഓഫ് ട്രാൻസ്ഫർ മേ ബി ഇൻ പ്രസന്റ് ഓർ ഇൻ ഫ്യൂച്ചർ. ഇനി ആക്ട് ഓഫ് ട്രാൻസ്ഫറിന്റെ കോൺസിക്വൻസ് എന്നത് പ്രസന്റിലാകാം, ഫ്യൂച്ചറിലാകാം. അപ്പം ആക്ട് ഓഫ് ട്രാൻസ്ഫറിന്റെ കോൺസിക്വൻസ് പ്രസന്റിലാകാം, ഫ്യൂച്ചറിലാകാം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ കോൺസിക്വൻസ് ഓഫ് ദി ആക്ട് ഓഫ് ട്രാൻസ്ഫർ മേ ബി ഇൻ പ്രസന്റ് ഓർ ഫ്യൂച്ചർ എന്ന ഈ കൺവേയൻസ് ഓഫ് ദി റൈറ്റ്സ് പ്രസന്റിലാകാം, ഫ്യൂച്ചറിലാകാം, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ എങ്ങനെയാണെങ്കിലും ഈ ആക്ടിനൊരു കോൺസിക്വൻസ് ഉണ്ട്. ആ കോൺസിക്വൻസ് എന്നത് എങ്ങനെയാകാം? പ്രസന്റ് ആകാം, ഫ്യൂച്ചർ ആകാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും, ഫ്യൂച്ചറിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. നൗ ദ തേർഡ് പോയിന്റ്, the property which is transferred must be in existence on the date of transfer. Yes, ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പ്രോപ്പർട്ടി അത് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫറിൽ എക്സിസ്റ്റൻസിൽ ഉണ്ടായിരിക്കണം, നിലവിലുണ്ടായിരിക്കണം. only the conveying can be done in future and not a future property. പ്രോപ്പർട്ടിയുടെ റൈറ്റ്സിന്റെ കൺവേയൻസ് മാത്രമേ നമുക്ക് ഫ്യൂച്ചറിലേക്ക് തള്ളിവെക്കാൻ കഴിയുള്ളൂ. ഒരിക്കലും ഒരു ഫ്യൂച്ചർ പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ ഓൺ ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ പ്രോപ്പർട്ടി മസ്റ്റ് ബി ഇൻ എക്സിസ്റ്റൻസ്. നമ്പർ 4, the conveyance of property must be between only living persons. ലിവിങ് പേഴ്സൺസിന് നടുവിൽ മാത്രമേ എന്ത് നടക്കുവാൻ പാടുള്ളൂ? കൺവേയൻസ് ഓഫ് ദി പ്രോപ്പർട്ടി നടക്കുവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ദ പ്രോപ്പർട്ടി എപ്പോഴും ലിവിങ് പേഴ്സൺസിന് നടുവിലായിരിക്കണം നടക്കേണ്ടത്. അതാണ് 4th പോയിന്റ്. ബട്ട് അൺബോൺ പേഴ്സൺസിന്റെ പേരിൽ നമുക്ക് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയും. അൺബോൺ പേഴ്സൺസിന്റെ ഫേവറിൽ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ബൈ സെക്ഷൻ 13 ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. പിന്നെ ട്രാൻസ്ഫർ ബൈ വിൽ കംപ്ലീറ്റ്ലി ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആണ്. ഇത് രണ്ടും ഈ ഒരു ഭാഗത്ത് ഓർത്തു വയ്ക്കുക. ഇനി ലിവിങ് പേഴ്സൺസ് എന്ന് പറയുന്ന ഈ ഒരു ടേം എന്തിനെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ലിവിങ് പേഴ്സൺ ഇൻക്ലൂഡ് എ കമ്പനി or an association or a body of individuals whether incorporated or not. So ലിവിങ് പേഴ്സൺ എന്ന് പറയുന്ന ഈ ഒരു ടേം
ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ മാത്രമല്ല, കമ്പനിയെയും അസോസിയേഷനെയും ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ഇൻകോർപ്പറേറ്റഡോ അല്ലാതെയോ ഉള്ള ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിനെയും ഡിനോട്ട് ചെയ്യുന്ന ഒരു ടേമാണ് ലിവിങ് പേഴ്സൺ എന്നുള്ള ഈ ഒരു ടേം. സോ എല്ലാവർക്കും ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൻ്റെ സെക്ഷൻ 5 മനസ്സിലായി എന്ന് കരുതുന്നു. സെക്ഷൻ 5 നമ്മൾ പഠിച്ചത് ഡെഫിനിഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയാണ്. ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് നമ്മൾ 5 പോയിന്റ്സ് ഡിറൈവ് ചെയ്യുന്നു. 5 പോയിന്റ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ എസെൻഷ്യൽസ് എന്ന് പറയാൻ പറ്റും. എന്തായാലും 5 പോയിന്റ്സ് നമുക്ക് ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ 5 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്? ഫസ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി മീൻസ് ആൻ ആക്ട് ഇംപ്ലയിങ് കോൺസിക്വൻസസ് ഇൻ ദി ഫോം ഓഫ് കൺവേയൻസ് ഓഫ് റൈറ്റ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. Number 2, the consequence of the act of transfer may be in present or in future. That means the conveyance of the rights may be in present or in future. And number 3, the property which is transferred must be in existence on the date of transfer. And number 4, the conveyance of property must be between only living persons, and the term living persons include a company or an association or a body of individuals, whether incorporated or not. So far, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. Now let's see what are the essentials of a valid transfer. Valid transferന്റെ ഈ ഒരു എസെൻഷ്യൽസ് മൂവബിൾ ആൻഡ് ഇമൂവബിൾ പ്രോപ്പർട്ടീസ് രണ്ടിനും ആപ്ലിക്കബിൾ ആണ്. So the essentials of a valid transfer, first one, the property must be transferable. Property transferable ആയിരിക്കണം. Number 2, the transferor must be competent to transfer. പ്രോപ്പർട്ടിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിയാണ് ട്രാൻസ്ഫറർ എന്ന് പറയുന്നത്. ആ ട്രാൻസ്ഫറർ കോമ്പിറ്റന്റ് ടു ട്രാൻസ്ഫർ ആയിരിക്കണം. Number 3, the transferee must be competent to take the transfer. സോ ആരുടെ പേരിലേക്കാണോ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണോ പ്രോപ്പർട്ടി റിസീവ് ചെയ്യുന്നത്, ആ വ്യക്തിയാണ് ട്രാൻസ്ഫറി എന്ന് പറയുന്നത്. സോ ദ ട്രാൻസ്ഫറി മസ്റ്റ് ബി കോമ്പിറ്റന്റ് ടു ടേക്ക് ദ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ സ്വീകരിക്കുന്ന അളവിന് ട്രാൻസ്ഫറി കോമ്പിറ്റൻ്റ് ആയിരിക്കണം. നമ്പർ 4, ദ ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. ഈ ട്രാൻസ്ഫറിൻ്റെ ഒബ്ജക്റ്റും കൺസിഡറേഷനും എന്തായിരിക്കണം? ലോഫുൾ ആയിരിക്കണം. ആൻഡ് നമ്പർ 5, ഇഫ് ദ ആക്ട് റിക്വയേഴ്സ് എനി പർട്ടിക്കുലർ മോഡ് ദെൻ ദ ട്രാൻസ്ഫർ മസ്റ്റ് ബി മെയ്ഡ് ഇൻ ദാറ്റ് മാനർ. സോ ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മോഡ് ആവശ്യപ്പെടുന്ന ട്രാൻസ്ഫേഴ്സ് ആണെങ്കിൽ ആ ഒരു പ്രൊസീജിയർ ഫുൾഫിൽ ചെയ്തിരിക്കണം. സോ ഇത് 5 ഒരു വാലിഡ് ട്രാൻസ്ഫറിൻ്റെ എസെൻഷ്യൽസ്. സോ ഇൻ ഷോർട്ട്, എപ്പോഴാണ് ഒരു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുക? യെസ്, ഒന്നുകിൽ ഒരു ന്യൂ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ട്രാൻസ്ഫറിക്ക് ഫേവറബിളായിട്ട് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണം ആ ഒരു ട്രാൻസ്ഫറിൽ. എങ്കിൽ മാത്രമേ ഒരു പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫർ നടന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയുള്ളൂ. If new title or interest is not created in favor of a transferee, then property is not transferred. So ഒരു ട്രാൻസ്ഫറിൽ ഒരു ന്യൂ ടൈറ്റിലോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിക്ക് ഫേവറബിൾ ആയിട്ട് ഒരു ഇൻട്രസ്റ്റോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ then property is not transferred. അതുകൊണ്ട് തന്നെയാണ് പാർട്ടീഷൻ, ചാർജ് ഓൺ പ്രോപ്പർട്ടി, റിലിൻക്വിഷ്മെന്റ് ബൈ റിവേഴ്ഷണറി, സറണ്ടർ, ഫാമിലി സെറ്റിൽമെന്റ് ഓർ അറേഞ്ച്മെന്റ്, പാർട്ടീഷൻ ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി ഓർ പാർട്ടീഷൻ ഡീഡ് ഓഫ് ജോയിന്റ് ഹിന്ദു പ്രോപ്പർട്ടി, ഇതൊന്നും തന്നെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യില്ല. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ എന്തില്ല, ഒന്നുകിൽ ഒരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ട്രാൻസ്ഫറിക്ക് ഫേവറബിളായിട്ട് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. സോ ഇതൊന്നും തന്നെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അല്ല.